തേങ്ങ ഉടക്കടാ ഭഗവാനെ സർവൈക്കലങ്ങൾ ഇതുകൊണ്ടുള്ള എല്ലാവർക്കും വീട്ടോക്സിലോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് നമ്മുടെ ലൈഫ് ഹാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറച്ച് ലൈഫ് ഹാക്സും കാര്യങ്ങളും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ ഒരു ലൈഫ് ഹാക്കിന് വേണ്ടി നമ്മൾ 4 പേരാണ്. അയ്യോ എത്തിയില്ല. നമ്മുടെ ചാർലി ഉണ്ട്, ഞാനുണ്ട്, അതുപോലെ തന്നെ ഞാനല്ല റാഷിക് ഉണ്ട്, അതുപോലെ തന്നെ എഡ്വിൻ BCB, അതുപോലെ തന്നെ കൊമ്പൻ ഗൈസ്. അപ്പോ ഞാൻ കുറച്ച് ലൈഫ് ഹാക്സിന്റെ എക്സാമ്പിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലിപ്സ് ആണ്, ഓക്കെ, വീഡിയോ ക്ലിപ്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം അത് പ്ലേ ചെയ്യും, എന്നിട്ട് നമ്മൾ അതുപോലെ ട്രൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് വർക്ക് ആവില്ല എന്നുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലല്ലേ? ഓക്കെ, അപ്പൊ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ റെഡിയാണ്. സോ റെഡി അല്ലേ? തുടങ്ങിയാലോ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് കാണാം. എന്തായാലും അത് വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആണ്. ലൈഫ് ഹാക്ക് നമ്പർ 1. സോ ഗൈസ്, അപ്പൊ ഞാനിതാ ഫസ്റ്റത്തെ വീഡിയോ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൈഫ് ഹാക്ക് ആണ് അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണും, സൈഡിൽ കാണാം. സോ പ്ലേ ചെയ്യണം. കണ്ടോ, ഇതെന്താണെന്നറിയോ? പേപ്പർ. അത് പേപ്പർ മനസ്സിലായോ? വീഡിയോ എന്താ മനസ്സിലായോ? വീഡിയോ എന്താ മനസ്സിലായോ? റോക്കറ്റ് ഉണ്ടാക്കും. റോക്കറ്റ് എങ്ങനെയാ? ബോട്ട് എടേ എടാ, ഇതാണ് സംഭവം. മനസ്സിലായോ? എടാ പിന്നെ കൈ ഓൾറെഡി പേപ്പറും വെച്ചിട്ട് ഈ സോഡന്റെ മൂടി ഓപ്പൺ ചെയ്യാനാണ് സംഭവം ഗൈസ്. അപ്പൊ ഇത് സോഡ അല്ല കേട്ടോ, എടാ ഇത് കുറച്ച് കട്ടിയാ തോന്നുന്നുണ്ട്. ഞാൻ മടക്കാം. നീ മടക്കും, നീ തന്നെ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും മടക്കാൻ വേണ്ടി പോവാണ്. ഒറ്റ മടക്കോടക്ക് ഇങ്ങനെ ഇവിടെ പാതിയൊക്കെ മടക്ക. അവൻ ചെയ്യും. ഇതിങ്ങനെയാണ്. എടാ അതുപോലെ ചെയ്യണം. ഐ മീൻസ് ഞാൻ അപ്പുറത്ത് ആരിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇയാൾ റിപ്ലൈ പറയുന്നതല്ല സംസാരിക്കുന്നത്. സ്വന്തമായിട്ട് എന്തൊക്കെയാ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് മടക്കും. ഇതുപോലെ ഇത് മതിയായിരിക്കും. എനിക്ക് നമുക്കൊരു സെൻസ് എടുക്കാം. അതായത് ഇത് ഓപ്പൺ ആവില്ല എന്നുള്ള എന്താ അഭിപ്രായം? തോന്നുന്നില്ല ഓപ്പൺ ആവില്ല. ഞാൻ പറയുന്നത് ഓപ്പൺ ആവില്ല. നീ കൊമ്പച്ചൻ പറയുന്നത് ഇത് ഇതുകൊണ്ട് 100% ഓപ്പൺ ആവില്ല. കൊമ്പൻ പറയുന്നത് ഓപ്പൺ ആവുന്നല്ലോ. ഓക്കെ, കാണിച്ചേ, എനിക്കൊന്ന് കാണണമല്ലേ. സോഡ എന്താ പൊട്ടി തെറിക്കണം. ഇന്നും മഴ പെയ്യും. സോ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റത്തെ ലൈഫ് ഹാക്ക് എന്തായാലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരുപാട് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സെക്കൻഡ് ലൈഫ് ഹാക്ക് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇതാണ് ഗൈസ്. ഓക്കെ, കണ്ടോ, ഇതൊരു ഇതാണ് മറ്റേത് മെഴുകുതിരി. ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് 2 ഭാഗത്ത് കത്തിച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ആടി കളിക്കും. ഇതെന്താ ഹെലികോപ്റ്ററാ? ഇങ്ങനെ ആടി കളിക്കും. അതാണ് അതിന്റെ സംഭവം. സംഭവമുള്ള ഗൈസ്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ 2 ഗ്ലാസ്, ഒരു മെഴുകുതിരി, പിന്നെ എന്തോ ഒരു കുത്തുസൂചി, അങ്ങനത്തെ. ഓക്കെ, അപ്പൊ അത് എടുത്തിട്ട് വരാം. യെസ് ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ലൈഫ് ഹാക്കിന് വേണ്ടി ഗൈസ് ഒക്കെ നമ്മൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സൂചി ഉണ്ട് ഗൈസ്, അതുപോലെ തന്നെ ഒരു മെഴുകുതിരി, പിന്നെ ഇതാ ഇത് നിനക്കുള്ളതാണ്. കത്തിക്ക് ബൂട്ട് ക്യാമ്പ് മൊത്തം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇത് കുത്തി കേട ഇത് കേടുന്നില്ലേ? അതെന്താ ഇതൊക്കെ ഇതിന്റെ ടെക്നിക്സ് അല്ല. അതെങ്ങാനും 2 പീസായി, നിന്നെ 2 പീസ്. കളിക്കാനില്ല, നിങ്ങൾ കളിച്ചോ. ഈ മോനില്ലാത്ത ഭാഗം കേറി നിട്ട ചോര വന്നു. ഇതിന് മോനില്ല. ഇതെനിക്ക് വിഷയമല്ല, തന്നെ അതെനിക്ക്. പിന്നെ എനിക്ക് വിജയിക്കണം. കണ്ണോടിച്ചിട്ട് ഇത് കോമഡിയാ. ഓക്കെ, എടാ കത്തില്ല, കത്തില്ല, മറ്റേ സാറിന് ഇത് കൊറേ ഓണം ഉണ്ടതാ. അതന്നെ ഇത് കത്തിക്കണ്ടെന്ന് റാഷി ടി വി കണ്ടുപിടിച്ചു. ബുദ്ധി ഉണ്ട്. അപ്പൊ കത്തിക്ക് ബുദ്ധിയൊക്കെ ഉള്ളതല്ല. ഒന്ന് 5 അടി മാറിയെന്ന് അങ്ങോട്ട്. ഇവിടെ നല്ല മണം. കാശ് ഇതിങ്ങനെ ആടി കളിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കണ്ട്. നമുക്ക് നോക്കാം. എന്റെ മനസ്സ് പറയും
ആട്ടമുണ്ട് മറ്റേ കെട്ടുപോയി ആട്ടം ആടുന്നുണ്ട് അതെന്താ അറിയാമോ ഈ സൈഡ് മൊത്തം കൂടിപ്പോയി എന്ത് ഇപ്പൊ ഇവ തൊട്ടാ പ്രശ്നമാണല്ലോ പുല്ല്. എന്നിട്ട് ഒരെണ്ണം ഇരിക്കുന്ന ബാക്കി പണിയൊക്കെ ചെയ്യണം എന്നിട്ട് അവസാനം വേണ്ടി തിരികൊളുത്തും. നീ ആരും മറ്റേ MLA വന്ന് ലാസ്റ്റ് തിരികൊളുത്തിരി പോവാൻ അടിച്ച് കറക്കന്നെയാണ്. നമുക്ക് കൈയ്യട്ടി എല്ലാവരും കൈയ്യട്ടി നോക്കി വർക്കായി നമുക്ക് കൈയ്യടിക്കാലോ. എടാ മോനെ എടാ ആടുണ്ട് കേട്ടോ കൊള്ളാലേ. നമുക്ക് കുറച്ച് വിടുത്തുള്ള മറ്റേ ക്യാൻഡിൽ കിട്ടണമെങ്കിൽ കുറച്ച് നൈസായി. ആടുന്നുണ്ട് മാണിക്ക ചെമ്പഴക്ക ഓടുന്നുണ്ട് പറക്കാൻ തുടങ്ങി. ഓ ഗൈസ് ആട്ടം മാറി ഗ്ലാസിന്റെ ഇത് മാറ്റിയപ്പോ ആട്ടത്തിന്റെ സ്പീഡ് കൂടി സ്പീഡ് കൂടിയാണ് ഇതെന്തൊരു അതാണ് ഗ്ലാസ് കുറച്ച് വിട്ട് വെച്ചപ്പോ സ്പീഡ് കൂടി. കുറച്ചുകൂടെ ഇവിടെ വിട്ടെ മറ്റേ പിടിക്കും മറ്റേ അങ്ങ് നീക്കാൻ വേണ്ടി അടി സക്കേ. നമ്മൾ 2 പരീക്ഷ നോക്കി അപ്പൊ 2 ഇവിടെ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. സോ ഗൈസ് ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഹാക്ക് നോക്കാം ഗൈസ്. ഓക്കെ എടാ ശ്രദ്ധിച്ചുണ്ടോ? ഓക്കെ സോ കുറച്ച് തീപ്പെട്ടി ഉണ്ട്, അതുപോലെ തന്നെ എന്തോ പെൻസിൽ, പിന്നെ അലുമിനിയം ഫോയിൽ. ഇത് മറ്റേത് ഇതെനിക്ക് മനസ്സിലായി. ഇത് കണ്ടോ നോക്ക, ഇതുപോലെ ആവുന്നാണ് ഇവര് പറയുന്നത്. ഇത് കൊള്ളാം കേട്ടോ. കോൾഡ് സ്മോക്ക് ഗ്ലാസ് ഗൈസ് ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അതിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം കേട്ടോ. സോ ഗൈസ് ഓക്കെ, എന്തായാലും സാധന സാമഗ്രികൾ ഇവിടെ റെഡിയാണ്. എനിക്ക് എത്ര വേണം? കുറച്ചുകൂടി കീറിക്കോ. ഇതെന്താ മടങ്ങി നിക്കുന്നത്? ഇതിവിടെ നമ്മൾ ഇങ്ങനെ ചുരുട്ടണം. ഓക്കെ, ഇനി ഇത് പാൻ വലിച്ചെടുക്ക്. ഗൈസ് ഓക്കെ, പുക വരാൻ വേണ്ടി പോവാണ്. ഞാൻ എടി ഇവിടെ കത്തിക്കേണ്ടത് മാറി പൊട്ടി തെറിക്കണെങ്കിൽ ലൈഫ് മറ്റേ എന്തിനാ നിങ്ങളൊക്കെ മാറിയിരിക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുക? നിങ്ങളെല്ലാം മുൻപന്തി നിൽക്കണ്ടേ? പ്ലാസ്റ്റിക് വരുന്ന മണം. ഇത്രയും ഫോയിൽ പേപ്പർ ചുട്ട് എന്താന്ന് വെച്ചാൽ അയാൾ ചെയ്യട്ടെ. ഇനിയിപ്പോ ആദ്യം ഓപ്പറേഷൻ ചെയ്യണോ? ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യണം. ഇത്ര മതിയോ? ഇത്ര മതി. ആ ചളി പണി പോകുകയും. ഇത് വർക്കൗട്ട് ആണ് മോനെ. എടാ ഒരു തീപ്പെട്ടി കത്തിക്കാറുണ്ട്. എന്തുവാ കത്തി പൊട്ടും എന്തു വാള കാട്ടുന്നേ? തീപ്പെട്ടി കത്തണ്ടാ മോനെ. എന്റെ ബാക്കിലൊന്നും മെഴുകുതിരി. എനിക്ക് തോന്നുന്നത് വർക്കാവില്ല കാഴ്ച. അത് അവര് എഡിറ്റിംഗിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര വലിയ പുകയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നു അവർ കട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കയറ്റിയിട്ടുണ്ട്. അതാണ് വീഡിയോയിൽ അങ്ങനെ വന്നത്. നമ്മൾ അവർ ചെയ്ത പോലെ ചെയ്തു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ചിക്കൻ്റെ പീസ് വെച്ച് ഞാൻ വെന്ത് കഴിക്കായിരുന്നു. വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ഇത് പൊട്ടോ? ഇല്ല. തേങ്ങ ഉടക്കടാ ഭഗവാനെ, പൊലിപ്പിക്കണേ സർവ്വക്കിനങ്ങൾ ഇതുകൊണ്ടുള്ള എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. നമ്മുടെ ആ ഒരു സംഭവം എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കുറച്ച് കാത്തിരുന്നെങ്കിലും. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ഹാക്ക് നോക്കാം ഗൈസ്. ഓക്കെ, സാൾട്ട് ഷുഗറും അതിൽ എന്താണ് വെള്ളമല്ലോ വെച്ച് പച്ചവെള്ളോ അതോ സോഡയാ? നോക്കട്ടെ. സോൾട്ട് ഷുഗർ വെള്ളം വന്നുണ്ട്. വെള്ളം കുപ്പിയല്ലേ ഇരിക്കുന്നത്. സാൾട്ടും ഷുഗറും വെള്ളം കൂടി ഒഴിച്ചാൽ അങ്ങനെ ആവുന്നേ. സോൾട്ടും ഷുഗറും കൂടെ സ്നോ പോലെ വരുന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും സാധനം സെറ്റ് ആക്കി പോയി. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നില്ല, അതെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഷുഗർ ഉണ്ട്. ചെയ്തോ? ഒരു തവി ഉപ്പ്. ഇതാണ് തവി. ഇത് ഒരു ബൗള് മൊത്തം ഉണ്ടല്ലോ. ഇവന്റെ തവി ഇതാണ്. പിന്നെ കുറച്ച് പഞ്ചസാര. മണക്കാവില്ല. ഇതെന്ത് ഉപ്പുമാവാണോ? ഇനി വെള്ളം ഒഴിച്ചാല് സ്നോ ഇവിടെ ഫുള്ള് കവറായി. ഇവിടെ അന്റാർട്ടിക്ക പോലെയാവും. അന്റാർട്ടിക്കയില് സ്നോ ആയിരുന്നു ഫുള്ള്. അല്ല, അവിടെ ഫുള്ള് ഡെസേർട്ട് അല്ലേ? പിന്നല്ലാതെ അന്റാർട്ടിക്ക ഇത് ഇങ്ങനെ ഒഴുക്കി ഇതിങ്ങനെ കൂട്ടി കൂമ്പാറായിട്ട് വെക്കേ. എന്തിനാണ് വെള്ളം ഒഴിക്കുമ്പോ സ്നോ ആയിട്ടെങ്കിലും ഇറങ്ങിപ്പോളൂ. ഇച്ചിരിങ്കിലും തോന്നിക്കട്ടെ. മല ഉണ്ടാകും. അപ്പൊ ഈ സ്നോ പൊങ്ങി മുഖത്തേക്ക് അടിക്കാൻ മതി. സീല കവർ വെച്ചേക്കാം. കുറച്ച് നാലും കൂടി വീണടിച്ച് പോടേ. ഇത് ഇവിടെ ഫുള്ള് വെള്ളം ഒഴിച്ചു കണ്ടോണ്ടാണ്. എന്തത്?
എടാ എന്താ കാണിക്കണേ ഫുള്ള് വെള്ളം ഒഴിച്ചു പിന്നെ സത്യം പറയല്ലോ ഇത് ഇങ്ങനെ ഒന്നും സ്നോ ആയി സ്നോ ആയടേ എടാ ഉപ്പിന്റെ തരി കലങ്ങാത്തത് അത് ഞാൻ അവരോട് പറ. ഗൈസ് ഇത് വെള്ളം ഒഴിച്ചാൽ ആവൂല. ഇത് എനിക്ക് വേറെ എന്തെങ്കിലും രാസപ്രവർത്തനം നിങ്ങൾ നടക്കും. എന്റെ ഫിസിക്സ് ഐഡിയയിൽ ഞാൻ പറയാം വിനാഗിരി വെച്ചാൽ നടക്കുമായിരിക്കും. വിനാഗിരി വെച്ചോ ഗൈസ്. അപ്പം നിങ്ങൾ വിനാഗിരി ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇവൻ പറയുന്നത്. എനിക്കറിയില്ല, അത് ഫ്ലോപ്പ് ആണ്. ഇവനെ പറഞ്ഞാൽ മതി കമന്റ് ബോക്സിൽ, എന്നെ പറയരുത്. നിങ്ങൾ ട്രൈ ചെയ്യൂ. ട്രൈ എന്റെ അതെ എന്നിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. പിന്നെ ഇങ്ങനെ കുഴക്കുമ്പോഴല്ലേ എന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റ് എന്തായാലും കൊമ്പനായി, അതായത് ഫ്ലോപ്പ് ആയി. ഓക്കെ ഗൈസ്, ഇപ്പൊ അടുത്തത് നമ്മൾ ഇതാണ് ട്രൈ ചെയ്യുന്നത്. എടാ ഇത് മറ്റേത്, അതായത് സോസ് ടേബിൾ ചെയ്തിട്ട് ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ഒക്കെ വരുന്നാണ് പറയുന്നത്. ഓക്കെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് എക്സ്പെരിമെന്റിനുള്ള ഗൈസ് ഓക്കെ ഐറ്റംസ് റെഡിയാണ്. എന്താ നോക്കുന്നേ? അതൊന്നും ഇല്ല, പാടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അറിയാതെ ടേബിൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് നോക്കാം ഗൈസ്. ഓക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു ഹാക്കാണ്. ഇത് നല്ല ഒരു ഗ്ലാസ്സിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് എന്തായാലും നോക്കിക്കോ എന്താ സംഭവിക്കാന്നുള്ളത്. ഞാൻ കണ്ടതാ, എനിക്കറിയാം കേട്ടോ. താമരയാ ഒരു പൂവായണ്ട, ഒരു പൂവായതാണ്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ടിഷ്യൂ ആൻഡ് ഗ്ലാസ്. ഓക്കെ പൂവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എടാ കുറച്ച് അടുപ്പിച്ച് വെക്കടാ, കുറെ ഇതളുകൾ വേണ്ടേ? ഇതൊക്കെ കുറെ ഇതളുകളാണ്. മുറിയും പെട്ടെന്ന് പെട്ടെന്ന്. എടാ ഇതിങ്ങനെ വലിക്ക് നോക്കണേ പൂ. ഓ ഗൈസ് ഇത് നൈസ് അല്ലേ? സെന്ററിലുള്ളത് ഇതിന് ഹാഫ് ഒരു കളറും ഹാഫ് വേറെ കളറാണെങ്കിൽ കിടിലായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഇതെന്താ ബലൂൺ ഇങ്ങനെ ആക്കി പൊട്ടിയോ? ഇത് മറ്റേത് എനിക്കറിയാം. ഇത് ഞാനല്ല സെറ്റ് ചെയ്ത്, അപ്പൊ എനിക്കറിയൂടെ. നാരങ്ങ നീരല്ലേ? അല്ല, നാരങ്ങയുടെ ആ സാധനം എടുത്ത് അതിലേക്ക് ചെയ്താൽ മതി. പോടാർന്ന് അതെങ്ങനെ അല്ലി അതിനകത്ത്. ഇത് ഫേക്ക് ആണോ? എനിക്ക് നല്ല ഡൗട്ട്. നോട്ട് ഫേക്ക്, ഇറ്റ്സ് കറക്റ്റ്. നോക്കാം. അതെ ഓരോ ഓറഞ്ച് തരാമോ? ഓക്കെ ഗൈസ്, വിട്ടുപിടിക്ക്. പൊട്ടിയതാണ്. അവന്റെ നീര് തെറിച്ചില്ല, അതുകൊണ്ടിട്ടാണ് ശരിക്കും പൊട്ടുന്നത്. അപ്പഴങ്ങനെ പൊട്ടിയേ. കൊമ്പനിപ്പോ കൈ കൂടെ കുത്തിപ്പൊട്ടിക്കുമാറ്. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് ഹാക്ക് നോക്കാം. എന്താ അത് കവറില് ഇത് മറ്റേ എടാ ഇതെന്താന്നറിയോ? ഇത് മറ്റേ കവറില് മറ്റേ സാധനം ഒഴിച്ചിട്ട് നമുക്ക് കൊക്കക്കോള ഒഴിക്കാം. പക്ഷെ ആ ഒരു കെട്ടിട്ട് കവർ തലത്തിന് പിടിച്ചാലും ലീക്ക് ആവില്ല. എങ്ങനെ അതിന്റെ ആ ഒരു വശം എടുത്ത് ഇപ്പുറ സൈഡിലേക്ക് കൊടുത്തിട്ട് ഈ സൈഡിൽ ഒരു കെട്ട് കിട്ടുക, അതിന്റെ അതപ്പുറ സൈഡിൽ കൊടുത്തിട്ട് അതിന്റെ ഒരു കെട്ട് കിട്ടുക. എനിക്ക് മനസ്സിലായേ. ഓക്കെ സോ അപ്പൊ നമുക്ക് കവർ ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ ആ കെട്ട് അറിയാലോ പൊന്നു മോനെ. എടാ ഇതില് ഹോൾ ഉണ്ടെങ്കിൽ അടി കൂടെ അവർ കൈ വെച്ചോ. ഗുരുജി എനിക്ക് ഇതിൽ ഒരാൾ ആവശ്യമുണ്ട്. എന്തിന്? KMC കൊമ്പന. ഈ സാധനം മാത്രം എടുത്തേ. ഇത് ഈ സൈഡിലേക്ക് ഒരു സൈഡ് മാത്രം. അങ്ങനെയായിരുന്നോ? എന്തോന്ന് അറിഞ്ഞതല്ലടാ. അതിന് അത് അപ്പുറത്തേക്ക് അവന്റെ തല അവൻ പറയുന്നതൊക്കെ പിടിച്ച ഇതെന്തത്? അവൻ പിഴിഞ്ഞറ
അങ്ങോട്ട് വെച്ചിരിക്കും. Guys, എനിക്ക് തോന്നുന്നു ഇത് നടക്കും തോന്നുന്നില്ല കേട്ടോ. ഇത് നടക്കും. ഇത് ഫുള്ള് കൂട്ടിക്കെട്ടിട്ട് ആ കേട്ടിട്ട് ഒരു തുള്ളി ഉറ്റി കഴിഞ്ഞാ അത് പിടിച്ച് ഞെക്കിയിട്ടാണ്, എന്നാലും സ്മെല്ല് സീനില്ല. എന്തായാലും നിന്നെ കാട്ടി. സോ ഗൈസ് ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഇത് അലുമിനിയം ഫോയിലിൽ ഒരു ബോളിൽ അലുമിനിയം ഫോയിൽ വെക്കും. എന്നിട്ട് അതിൽ ഓരോ മാർക്ക് വെച്ച് അതിൽ എഴുതും, ഓരോ ലെറ്റർ എഴുതും. ഇറ്റ്സ് ഇംപോസിബിൾ. ആവൂലാന്നാ? നോക്കട്ടെ. എടാ ഇങ്ങനെ വരുന്നാണ് അവർ പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അലുമിനിയം ഫോയിൽ ബോളിൽ വെക്കണം. നമ്മളത് മാർക്കറും കൊണ്ട് ഓരോ ലെറ്റർ എഴുതണം, എന്നിട്ട് വെള്ളം ഒഴിക്കണം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഗൈസ് ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്, അലുമിനിയം ഫോയിൽ. എടാ അത് പൊട്ടിക്കാണ്ടാണ് ഊരാ നോക്കിയത്. സോ ഗൈസ്, അപ്പോൾ എടാ ഇത് ഇത്ര കുഴിയാക്കി വെക്കണോ? എടാ മതിയടാ. എന്നാലേ പൊങ്ങി കിടക്കുള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അർജുൻ ഇതെങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ സമ്മതിച്ചത്. ഗൈസ് എന്തായാലും ഒഴിക്കുന്നുണ്ട്. സീൻ ഫ്ലോപ്പ്. അർജുൻ എഴുതിയോണ്ടേ ഇത് ഇളക്കണ്ട, ഇത് ഇതിങ്ങനെ പിന്നെ പറിക്കണം. ഒട്ടിച്ചേക്ക് എന്താ മറ്റേ ഇതാക്കുന്ന അരി ഇതാക്കുന്ന അർജുൻ മേക്കപ്പ് നീ തോണ്ടിന് പോയിട്ട്. അതെ, ഞാൻ ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെന്റ് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഹാക്കാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ചിക്കൻ്റെ പീസ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതുപോലെ കാല് മാത്രം കിട്ടുന്നത്, ആ ചിക്കൻ്റെ സാധനം മാത്രമായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അതൊക്കെ ശരി. ഈ ലാസ്റ്റ് തിന്നുന്ന സാധനമല്ലേ, അത് ചെയ്യണം. കാല് മാത്രം കിട്ടൂല്ലെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ലെഗ് പീസ് അതല്ലേ എല്ല് കൈകളെ കുത്തി കയറാം. അയ്യോ, അടിക്കുമ്പോ ചിക്കൻ അവിടെയല്ല, അയ്യോ ഇവനിത് കൊളാക്കും. പക്ഷെ ഇത് കാലാണെന്ന് മാത്രം സംശയമുണ്ട് കേട്ടോ. നീ എന്റെ മുഖത്തോട്ട് അടിക്കാതെ അതിനെ അടിയടോ. വന്നോ അങ്ങനെ ഫൈനലി അവിടെ നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. കറക്റ്റല്ലേ? ഇതുപോലെ ലെഗ് പീസ് ഫ്രൈഡ് ചിക്കൻ വാങ്ങുന്നവർ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും അവിടെ കടയിൽ പോയിട്ട് ഇതിന് കടന്ന് ഓണം നോക്കുമ്പോൾ എല്ലാവരും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, നമ്മൾ നോക്കി നോക്കാം. 4 സ്പൂണ് ഇത് മറ്റേ സംഭവം, ഇത് നടുവിലൊരു കോയിൻ ഇടുന്ന സംഭവം. എടാ അതായത് 4 സ്പൂൺ വെച്ചിട്ട് 4 ബാറ്ററി. ബാറ്ററി ഏതാ വെക്കണം അറിയാം, മറ്റേ കുനിപ്പുള്ള മുകളിലോട്ട് നമുക്ക് കേട്ടോ. ഓക്കെ ഓക്കെ. എന്നിട്ട് സെന്ററിൽ കോയിൻ വെച്ചാൽ അത് ഇങ്ങനെ കടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. 4 സ്പൂൺ 1 എണീറ്റ് 4 റൗണ്ടർ ഓട്. താഴെ കാന്തം പെട്ടെന്ന് നശിപ്പിച്ച് എന്തൊരു ഇനി ഇളക്കിക്കൊട് ഇങ്ങനെ. ഇനി എങ്ങനെ എന്നാ ഞാൻ ഒരു സർപ്രൈസ് പറയട്ടെ. നിങ്ങൾ കണ്ട വീഡിയോ അല്ലേ, അത് റിവേഴ്സ് അടിച്ചാണ്, മനസ്സിലായോ? ഇതിങ്ങനെ അവർ കറക്കിയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്തത് അതിന് നേരെ റിവേഴ്സ് അടിച്ചതാ, മനസ്സിലായോ? അപ്പോൾ ബാറ്ററി വെച്ചിട്ട് പിന്നെ നമ്മൾ റിവേഴ്സ് അടിക്കണം. അത് വീഡിയോ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ എക്സ്പെരിമെന്റിലെ ഗൈസ് ഒക്കെ ലാസ്റ്റത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഗൈസ് ഒക്കെ ഒരു ഹോളോഗ്രാം ബോക്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ് ഒക്കെ. അതിനൊരു കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഇതാണ്. ഒന്നുകൂടി കണ്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് കറക്റ്റ് കട്ട് ചെയ്ത് ഇതാക്കി സെറ്റ് ആക്കാം. ഓക്കെ, അതിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് അതിലൊരു പേപ്പർ വെക്കും. എന്നിട്ട് നമ്മൾ പേപ്പർ ഗ്ലാസ് പേപ്പർ പോലത്തെ സാധനം കുരുവി വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നിട്ട് മുകളിലൊരു ഫോൺ വെക്കും. അപ്പോൾ നിന്റെ ഫോണിലൊരു വീഡിയോ എടുത്ത് വെച്ചോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ പ്ലേ ചെയ്യാനുള്ള വീഡിയോ ആ ഫോണിൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഹോളോഗ്രാം വീഡിയോ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. ചെയ്തിട്ട് വെച്ചാൽ മതി. ഇരുട്ടിൽ ചെയ്യണം. വെച്ചോ, അതിലില്ല നമുക്ക് 2ാം വട്ടം കാണിക്കാം. അതേ വെളിച്ചത്തിൽ നീ വെക്കി സാധനം വെക്കി. ഫുൾ ബ്രൈറ്റ്നസ് അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. അത് ഫോൺ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലോ? ഓക്കെ ഗായ്സ്, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്ന നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് അടിപൊളിയായി കാണാൻ പറ്റുന്ന കണ്ടില്ല കേട്ടോ. നീ കണ്ടില്ലേ? കാണണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒന്ന് വെക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. സെറ്റാ ഇങ്ങനെ സിനിമ. എടാ സിനിമ എങ്ങനെയാണ് തിയേറ്ററിൽ വെക്കുന്നത്?
അത് തന്നെ സംഭവം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹോളോഗ്രാം എന്തായാലും എല്ലാ എക്സ്പെരിമെന്റ് ആയിട്ട് വിജയിച്ചത് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് വിജയിച്ചത് ഇതല്ലേ. എന്തായാലും ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു എക്സ്പെരിമെന്റ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു കിടിലൻ ചാലഞ്ച് വ്ളോഗുമായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ